ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബട്ടർ ഗാർലിക് പ്രൗൺസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ഫ്രണ്ട്സും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ ഒരു 900 ഗ്രാം കൊഞ്ചാണ് എടുത്തിരുന്നത്, ക്ലീൻ ആക്കി എടുത്തത്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. വീണ്ടും നമ്മളെടുത്തേക്ക് ഹിമാലയൻ സോൾട്ട് അതാണ് എടുത്തേക്കുന്നത്. അത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടി, അതും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ കൊഞ്ചിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ പിടിപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാം. അത്യാവശ്യം വലിയ കൊഞ്ചാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുവാണ്. നല്ലതായിട്ട് പിഴിഞ്ഞ് അതിലൊഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. 15 മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് സ്വല്പം എണ്ണ ഒരു തവയിലെടുത്ത് ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ബട്ടർ അവിടെ കരിഞ്ഞ് പോവും, അടിക്ക് പിടിക്കുന്ന പോലെ ആയി പോകുവേ. പെട്ടെന്ന് മെൽറ്റാക്കി കിട്ടാനായിട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ് കേട്ടോ. നല്ല രീതിയിൽ മെൽറ്റാകട്ടെ, നല്ലതായിട്ട് ചൂടാവട്ടെ. അതിന് ശേഷം വേണം നമ്മൾ ഓരോ കൊഞ്ചും അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതാ ഈ രീതിയിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാ കൊഞ്ചും ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഒരു വശം നമ്മൾ ആദ്യം കൊഞ്ച് വറുത്തങ്ങ് ഇതാക്കരുത്. നമ്മൾ മീനൊക്കെ ചിലർ കരുകരാന്നിരിക്കുന്ന രീതിയിൽ വറുക്കത്തില്ലേ, അതുപോലൊന്നും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു വശം കുറഞ്ഞത് 3 മിനിറ്റ്, പിന്നെ തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ്, അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് വറുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കണ്ടോ, ഇതാ ഈ രീതിയിൽ നന്നായിട്ട് വറുത്ത് എടുക്കണം. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. കണ്ട് തിരിച്ച് വിടുവാണ്. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് തിരിച്ച് വിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തോ. കണ്ടോ, ഇപ്പം തന്നെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഒരു സ്പൂൺ എടുത്ത് എല്ലായിടവും ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് വ്യാപിപ്പിച്ച് നമ്മുടെ ഉപ്പും മുളക് പൊടിയൊക്കെ കൊഞ്ചിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ അത് കോരിയെടുക്കുന്നത്. കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ബാക്കിയുണ്ട് നമുക്ക് കൊഞ്ച് വറുത്തെടുക്കാനായിട്ടേ. അതും കൂടെ ഇട്ട് വറുത്ത് കോരാം. നേരത്തെ വറുത്തതുപോലെ തന്നെ നമ്മളത് വറുക്കുവാണ്. തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതും കോരിയെടുക്കാം. കണ്ടോ, നമ്മളെല്ലാ കൊഞ്ചും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാനായിട്ടൊരു ആഗ്രഹമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ച് സാധനങ്ങൾ കൂടുതൽ ചേർക്കാനുണ്ട്. ഗാർലിക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുക്കാം. ഗാർലിക് അഥവാ വെളുത്തുള്ളി അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആ എണ്ണയിൽ തന്നെ, ആ ബട്ടറിനകത്ത് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ മാറ്റിയിട്ടൊന്നുമില്ല. അതിനകത്ത് തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയാൽ മാത്രം പോരാ, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേകുകയും വേണം. അതിലേക്ക് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് അതും വേവിച്ച് നല്ല
സൂപ്പറാക്കി എടുക്കണം. വെളുത്തുള്ളിയുടെ കൂടെ അതും കിടന്നൊന്ന് വെന്തോട്ടെ. അതിന് ശേഷം നമ്മൾ ഒരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് അതും കൂടി ഇട്ട് 3 4 അവനവന് ഗ്രേവി എത്ര വേണം അതനുസരിച്ച് ഗ്രേവി നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്താലേ ഗ്രേവി നമുക്ക് കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒരു സവാള കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സവാളയൊക്കെ വെന്ത് കിട്ടും വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് സവാളയ്ക്കും ഒക്കെ വേണ്ടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. നല്ല രീതിയിൽ തന്നെ സവാളയിലും വെളുത്തുള്ളിയിലും പച്ചമുളകിലൊക്കെ ഉപ്പ് ഒക്കെ ആവശ്യത്തിന് പിടിക്കണ്ടേ, നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി, കൊഞ്ചിന് നമ്മൾ നേരത്തെ ഇട്ടതാണ്, പക്ഷേ ഇതിനൊന്നും നമ്മൾ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ക്രഷ്ഡ് ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത്. ഈ എന്താ പറയണ, നാട്ടിൽ നമ്മൾ പറയത്തില്ലേ ചതച്ച മുളക്, ചതച്ച മുളകാണ്. ഇനി നമ്മളിട്ട് കൊടുക്കുന്ന ഒന്ന് കടിക്കാനായിട്ട് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചി ഇങ്ങനെ ഇട്ടാലേ നമുക്കൊരു കടിക്കാനായിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്, അങ്ങനെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഇട്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും നന്നായിട്ട് വഴന്നിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട് അത്യാവശ്യം. ഇനി വേണം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന കൊഞ്ചിട്ടു മിക്സ് ചെയ്യാൻ. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മളിട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം നമ്മുടെ കൊഞ്ചയിൽ കൂടെ ഒന്ന് പിടിച്ചോട്ടെ. അത് നല്ല രീതിയിൽ വഴറ്റുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബട്ടർ ഗാർലിക് prawns റെഡി ആയിട്ടുണ്ട്.